പ്രത്യാശയും കൊണ്ട് ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഞങ്ങളെ സ്നേഹിച്ചിരുന്ന കർത്താവിൻ്റെ ദാസൻ അതിവേഗത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടത് അത് ഞങ്ങൾക്കൊരു വലിയ മുറിവായി, ഒരു വേർപാടായി, ഒരു സങ്കടമായി ഇരിക്കുക. ഇന്ന് ബൈബിൾ കോളേജിലെ മിക്കവാറും സ്റ്റുഡൻസും അധ്യാപകരും കൂടെ വന്നിട്ടുണ്ട്. സുരേഷ് സാറോട് ഇങ്ങോട്ട് എടുത്തു നിന്നാൽ ഞങ്ങളുടെ ആ ദുഃഖത്തിൽ ഒരു പാട്ടിൻ്റെ നാലിയും ചേർന്ന് ചേർന്ന് പാടുന്നതായിരിക്കും. ആ പാട്ടോട് ചേർന്ന് ബൈബിൾ കോളേജിൽ നിന്ന് വന്ന സ്റ്റുഡൻസ് ഒക്കെ ഇങ്ങോട്ടൊന്ന് നീങ്ങി നിന്നാൽ ആ പാട്ടിൻ്റെ നാലിയോട് ചേർന്ന് നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിഴലുള്ളവരെ കുറിച്ച് അറിവില്ലാതെ ഇരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവരോടുകൂടെ വരുത്തി കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നതായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയും. കർത്താവ് തൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാരണത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവനോടുകൂടി ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എല്ലായ്പ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. വിശേഷാൽ ഞങ്ങളുടെ ബൈബിൾ കോളേജിന്റെ പ്രസിഡന്റ് അമേരിക്കയിൽ നിന്ന് രാവിലെ അവര് റോസമ്മ തോമസും എബ്രഹാം തോമസും ജെറിനും കുടുംബമൊക്കെ വിളിച്ച് ആ പ്രത്യാശ നിറഞ്ഞ ദുഃഖം പറയുവാനായിട്ട് ഇടയായി. ഞങ്ങളുടെ എല്ലാ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഇഷ്ടാ ബൈബിൾ കോളേജിന്റെ പ്രത്യാശ നിറഞ്ഞ ദുഃഖം ഞങ്ങളെ രേഖപ്പെടുത്തിട്ട് ഈ വേർപാട് ഞങ്ങൾക്കും ഒരു വലിയ വേർപാടായി മാറിയിരിക്കുകയാണ്. ഒരു അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസൻ കഴിഞ്ഞ ദിവസവും ക്ലാസ് വന്ന് എടുക്കാനായിട്ട് ഇടയായി. ഈ കഴിഞ്ഞ നവംബറിലെ ഗ്രാജുവേഷന്റെ ചുമതലകൾ മുഴുവനും ഈ കർത്താവിന്റെ ദാസനായിരുന്നു ചെയ്തിരുന്നത്. ഞങ്ങൾക്ക് വലിയ ഒരു വിടവാണ്. ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം കലർപ്പില്ലാതെ ഉത്തരവാദിത്വത്തോടുകൂടെ ചുമതലയോടുകൂടെ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച് എടുക്കുവാൻ അങ്ങേയറ്റം പ്രയത്നിച്ചു. പ്രിയദാസിയും അതിന് ചുമതല കൊടുത്തിരുന്നത് എനിക്ക് നിശ്ചയമായും അറിയാം. ഒരു ക്ലാസ് പോലും മുടങ്ങാതെ വളരെ ഉത്സാഹത്തോടുകൂടെയാണ് ക്ലാസ്സുകളിൽ വന്ന് കൈകാര്യം ചെയ്തിരുന്നത്.
എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആ വാഹന അപകടത്തിലുള്ള സമയത്ത് എനിക്ക് ഇവിടെ നിന്ന് കടന്നു വരുവാനൊക്കെ കണ്ടു സംസാരിക്കാനൊക്കെ ഇടയായി. ഇങ്ങനെ പെട്ടെന്ന് ഒരു വേർപാട് അത് വലിയ വേദനാജനകം തന്നെയാണ്. പ്രിയ സാറിൻ്റെ വേർപാട് ദാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നികത്താമല്ലാത്ത ഒരു ഘടകമാണ്. എന്നാൽ ഞങ്ങൾക്ക് പറയുവാനുള്ളത്, മനുഷ്യന്റെ വാക്കുകൾക്ക് സമാധാനം തരുവാൻ കഴിയാതിരിക്കുമ്പോൾ, ആശ്വാസം തരാൻ കഴിയാതിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയുകയാണ്. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ, ഈ കുറവ് കർത്താവ് പരിഹരിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവത്തിന് മഹത്വം. കർത്താവിന്റെ ദാസൻ പെട്ടെന്നുള്ള ദേഹവിയോഗത്താൽ ഭാരത്തിലായിരിക്കുന്ന പ്രിയ ആന്റി, മകൻ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ദൈവസഭ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദുഃഖം നമുക്ക് എപ്പോഴും, വേർപാട് എപ്പോഴും നമുക്ക് ദുഃഖമാണ്. മനുഷ്യനായി ജനിച്ചത് കൊണ്ട് ദുഃഖം അനുഭവിച്ചേ മതിയാകുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കഷ്ടമുണ്ട്. ലോകത്തിൽ കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ, ലോകത്തെ ജയിച്ച ഒരു കർത്താവ് ഉണ്ടെന്ന് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തിൽ പറയുന്നു, കർത്താവിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പീൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. എനിക്കും പറയുവാനുള്ളത്, കർത്താവിന്റെ ദാസന്റെ വേല ഇവിടെ അവസാനിച്ചു. എന്നാൽ അടുത്ത വേല കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ നാം ക്ഷീണിച്ചിരിക്കുവാനല്ല, തളർന്നിരിക്കുവാനല്ല, ധൈര്യത്തോടെ മുന്നേറുവാൻ കർത്താവ് ബലം തരട്ടെ. പ്രിയ പൈതലിനെ, ആന്റിയെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ, സമാധാനത്തോടെ നിർത്തട്ടെ. വേർപാട് ദുഃഖമായി എങ്കിലും വേർപാട്